ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയാണ് നോക്കാൻ പോകുന്നത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു ഭരണഘടന? ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം. അപ്പം ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കുണ്ടായി വന്നിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂറിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് എന്നാണ്. ഓക്കെ, ടു എസ്റ്റാബ്ലിഷ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂർ എന്ന വാക്കിൻ്റെ അർത്ഥം. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ബേസിക് ലോ ഓഫ് എ കൺട്രി ആൻഡ് ഇറ്റ് ഈസ് സുപ്പീരിയർ ടു ഓൾ അതർ ലോസ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് വളരെ സമഗ്രവും അതുപോലെ തന്നെ പരമാധികാര സ്വഭാവമുള്ളതാണ്. ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു, തീരുമാനമെടുക്കുവാനുള്ള അധികാരം വ്യക്തമാക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു, സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും വ്യക്തമാക്കുന്നു, ജനതയുടെ മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമാക്കുന്നു. അപ്പം ഭരണഘടന എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഏകോപനവും ഉറപ്പും നൽകുന്നു, അതുപോലെ തീരുമാനമെടുക്കാനുള്ള അധികാരവും വ്യക്തമാക്കുന്നത് എന്തിലൂടെയാണ്? ഭരണഘടനയിലൂടെയാണ്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു, സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും വ്യക്തമാക്കുന്നു, ജനതയുടെ മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ഇതെല്ലാമാണ് ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങളെന്ന് പറയുന്നത്. ലോ ഓഫ് ദ ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയാണ്. എന്താണ് ലോ ഓഫ് ദ ലാൻഡ് എന്നറിയപ്പെടുന്നത്? ഭരണഘടനയാണ്. ഈ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക. ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ ഐഡിയ ഓഫ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് USA നിന്നാണ്. ചില പുസ്തകങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനേറ്റഡ് ഇൻ USA എന്ന് കാണാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഐഡിയ ആണ് USA നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഭരണഘടനയെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലോകത്തിൽ ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. അപ്പം ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, അതായത് എഴുതപ്പെട്ടത്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ മറ്റൊരു പേരിലും പറയുന്നുണ്ട്, ഇന്നാക്റ്റഡ് എന്നാണ്. ഇന്നാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് എന്താണ്? അലിഖിത ഭരണഘടന അല്ലേ. അലിഖിത ഭരണഘടന എന്ന് പറയുമ്പോഴത്തേക്കും അൺറിട്ടൺ അല്ലെന്നുണ്ടെങ്കിൽ ഇവോൾഡ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. തൽക്കാലം ഇത്രയും മാത്രം നമ്മൾ പഠിച്ചു വച്ചേക്കുക. ലോകത്തിൽ ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക. അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. ഇതൊക്കെയാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. നിലവിൽ ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇന്ത്യൻ ഭരണഘടനയാണ് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയാണ്. എന്നാൽ ലിഖിത ഭരണഘടനകൾ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ പഴക്കമുള്ളതും ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഭരണഘടന. ഏതാണ്? ഏറ്റവും ചെറുതും അതുപോലെ തന്നെ പഴക്കമുള്ളതുമായിട്ടുള്ള ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടന. ഇത് ഓർത്ത് വെച്ചേക്കാനായി ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ലോകത്തിലെ തന്നെ ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്താണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യത്തെ ആണല്ലോ, അപ്പം പെട്ടെന്ന് എഴുതിയെന്ന് ഓർക്കുക. പെട്ടെന്ന് തന്നെ എഴുതി തീർത്തു, അതുകൊണ്ട് വളരെ ഷോർട്ടാണ്. അപ്പം നമുക്കത് കിട്ടില്ലേ? ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ പഴക്കമുള്ളതാ എന്ന് ചോദിച്ചാലോ, അതായത് വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളത്, അതും അമേരിക്കനാണ്. എന്തുകൊണ്ടാണ് ഓൾഡസ്റ്റ് ആയെന്ന് വെച്ചാൽ ആദ്യമേ വളരെ നേരത്തെ എഴുതിയതല്ലേ, ആദ്യമേ എഴുതിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എഴുതുകയും ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതുമാണ്. അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. എന്നാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ടുള്ളത്?
1789. ഈ ഒരു ഇയർ വളരെ പ്രധാനമാണല്ലേ, ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിക്കും, ഓരോ റെവല്യൂഷൻ പഠിക്കുമ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഇയർ ആണല്ലേ 1789. ഫാദർ ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് മാഡിസൺ. ആരാണ്? ജെയിംസ് മാഡിസൺ. അപ്പോൾ എന്തിനാണ് ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ നമ്മൾ ഇതും കൂടി പറയേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7 ആർട്ടിക്കിളുകളാണ് ഉള്ളത്. അത് 27 ടൈംസ് അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 10 അമെൻമെൻറ്റ്സിനെ കളക്റ്റീവ്ലി ആയിട്ട് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ബിൽ ഓഫ് റൈറ്റ്സിനാണ് വളരെ പ്രാധാന്യമുള്ളത്. കാര്യം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാലും അമേരിക്കനാണ്. ഫാദർ ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജെയിംസ് മാഡിസൺ. എന്നാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 1789. എത്ര ആർട്ടിക്കിൾസ് ആണുള്ളതെന്ന് വെച്ചാൽ 7 ആർട്ടിക്കിൾസ് ആണുള്ളത്. വളരെ ഷോർട്ടല്ലേ, അപ്പോൾ 7 ആർട്ടിക്കിൾസ് ആണുള്ളത്. ഇറ്റ് ഹാസ് ബീൻ അമെൻഡഡ് 27 ടൈംസ്. 27 ടൈംസ് അമെൻമെൻറ്റ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് 10 അമെൻമെൻറ്റ്സിനെ കളക്റ്റീവ്ലി ആയിട്ട് പറയുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ഈ ഒരു ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഐഡിയയിൽ നിന്നുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.